ആര്യക്കുട്ടി എവിടെയാണ്? SBI 4% മുതലുണ്ടോ സ്വർണ്ണപ്പണയം? അത് ശരി, നമ്മുടെ സ്വർണ്ണം അവിടെ വെച്ചാലോ 4% മുതൽ ഉണ്ടെന്ന്. അത് ഇതാണെന്ന് അഗ്രികൾച്ചറൽ. അതെ, അത് SBI ഉണ്ടായിരുന്നില്ലല്ലോ ആദ്യം, കാനറയിൽ മാത്രമേ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടായിരുന്നു, എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും ഉണ്ടായിരുന്നു. അതെയോ? എന്താണ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കണേ? ഹൗ യു എൻജോയിങ് കേരള സോ ഫാർ? കാനറയിലില്ലാണ്ട് ഇപ്പോഴേ ഹൗ യു ആർ എൻജോയിങ് കേരള സോ ഫാർ? ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നേരത്തെ അപ്പൊ എല്ലായിടത്തും ഉണ്ടാവില്ല, അതിപ്പോ നേരത്തെ എഴുതി വെച്ചതായിരിക്കും. അല്ല, ഇപ്പൊ അത്രയാണ്. അല്ല, ഞാൻ പറയണത് ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ അഗ്രികൾച്ചർ. കാനറയിൽ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ നോക്കുമ്പോ മഹേഷേട്ടന് മമ്മൂട്ടിയുടെ ഒരു ചായ. വയസ്സായ മമ്മൂട്ടിയുടെ. ആ അതന്നെ, അങ്ങനെ തിരിയുമ്പോ സൈഡ് പ്രൊഫൈല് കളങ്കാവല്ല മമ്മൂട്ടി ഇല്ലേ? ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയാക്കണം പിന്നെ. മൃഗയ കറക്റ്റ് അതേ സൗണ്ട്, കറക്റ്റ് അതേ സൗണ്ട്. LP സ്കൂളിന്റെ വലിപ്പം നോക്കൂ. വളക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മഹേഷ്. LP സ്കൂള് വലുതാക്കിയത് നോക്കൂ. എന്താ നോക്കിട്ട് നാഷണൽ പഠിക്കാൻ പോണം. ഇതാണ് ഞങ്ങളുടെ +2 പഠിച്ച സ്ഥലം. ബോയ്സ് ഞാൻ ഇവിടെ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ പോയില്ലേ, ഒരു ഫിസിക്സ് മാഷുണ്ട് ജിമ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജിമ്മി +2 പഠിക്കുന്ന സമയത്ത് ഭയങ്കര അജാനുബാഹുവായിട്ടാണ് എൻ്റെ മനസ്സിൽ, ആ സമയത്ത് എൻ്റെ മനസ്സിലേ പഠിച്ചോണ്ടിരിക്കുമ്പോ അയാൾ ഒരു വലിയ അജാനുബാഹുവായിട്ടുള്ള മനുഷ്യനായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പോയ കുഞ്ഞു മനുഷ്യൻ, എന്നൊക്കെ ഒരു കുറവ് തടിയൊന്നുമില്ല. അവനൊക്കെ പിന്നെ അവൻ ധരിച്ച് മടി. ആ സമയത്ത് കിട്ടിയിരുന്നു നോക്കാം, ഒറ്റയ്ക്ക് പഠിക്കണ്ടേ, കൂട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണ്, 10 നോട്ട്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 10 നോട്ട്ബുക്ക് ഫ്രീ. 10 നോട്ട്ബുക്കിന് 20 നോട്ട്ബുക്കിന്റെ വില എടുക്കുന്നുണ്ടാവും. അല്ല പിന്നെ ഇതൊക്കെ നമ്മുടെ അടുത്ത് ആക്കളി, നമുക്ക് ബിസിനസ്സുകാരാണ്. നമ്മള് മറ്റേ നമ്മള് സാരി മേടിച്ചിട്ട് അയച്ചു കൊടുക്കണത് ഫ്രീ ആന്ന് പറയില്ലേ, ചേർത്തിട്ട് ബില്ല് ചെയ്യാ. ഇതൊക്കെ എന്തേ, ഒരു നോട്ട്ബുക്കിന് 10 രൂപ നോട്ട്. ഇവിടെ ഉണ്ടല്ലോ, അത് തുണികളാണ്.